കേരളത്തിലെ നോക്കുകൂലി വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനർത്ഥം മുൻപ് നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നേ അല്ലേ എന്നും ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം നശിപ്പിച്ചതെന്നും ധനമന്ത്രി സഭയിൽ പറഞ്ഞു. It is that kind of communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal, that kind of industry. Santosh Kumar, listen to me. No permission from the chair. Sir, with your permission, sir. With your permission, sir. I want to say, if he is trying to tell me that no such a practice exists, 2 days ago, Honorable Chief Minister, I think, gave an interview. Kerala Chief Minister, I think, gave an interview in which he says there is no nokkukuli nowadays, which means it was there before. Yes. Am I bluffing? Come on, Santosh ji. It's all right. You're doing all right. Don't deny what I'm saying. I'm also from that region. I may not be from any particular city in Kerala, sir. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, നോക്കുകൂലി വിഷയം എങ്ങനെയാണ് പാർലമെന്റിലേക്ക് എത്തിയത്? ഇടയ്ക്കിടയ്ക്ക് സന്തോഷ് കുമാർ എം പിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അവസരമുണ്ടായോ? സന്തോഷ് കുമാർ എം പിയും നിർമ്മല സീതാരാമനും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരാണ് രാജ്യസഭയിൽ ഉണ്ടായത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത് എങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് വന്നത് എന്നാൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധനമന്ത്രി മറുപടി പറയുകയായിരുന്നു. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയതിനു ശേഷം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ധനമന്ത്രിയോട് ചോദിച്ചു. അതിനുള്ളൊരു മറുപടി ധനമന്ത്രി പറയുന്നതിനിടയിലാണ് കമ്മ്യൂണിസത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ധനമന്ത്രി ഉന്നയിച്ചത്. ബംഗാളിൽ CPM ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കലാപം ഉണ്ടായതെന്നും ത്രിപുരയിലെ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം CPM ഭരിക്കുമ്പോൾ ആണ് എന്നും ഒപ്പം തന്നെ കേരളത്തിൽ കുഴപ്പങ്ങൾ വ്യാവസായിക മേഖലയിലെ കുഴപ്പങ്ങൾക്ക് കാരണം CPM ആണ് എന്നും പറഞ്ഞ മന്ത്രി കേരളത്തിലെ ഒരു കാര്യം ഉദാഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകൂലി പറയുകയായിരുന്നു. അതിന് മന്ത്രി ഉദാഹരിച്ച കാര്യം കേരളത്തിൽ പോയ ഒരാൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്കിൽ ബസ്സിൽ നിന്ന് അതിൻ്റെ ലഗേജ് താഴെ ഇറക്കാൻ യഥാർത്ഥത്തിലുള്ള അതിനുള്ള ഒരു തൊഴിലാളി വരും. അവർക്ക് 50 രൂപ കൊടുക്കണമെങ്കിൽ CPM കാർഡ് കയ്യിലുള്ള ഒരാൾക്കും നമ്മൾ ഒരു പണിയും എടുക്കാതെ 50 രൂപ കൊടുക്കേണ്ടി വരും. ഇതായിരുന്നു നോക്കുകൂലി. ഇപ്പോഴതില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇങ്ങനെ കമ്മ്യൂണിസത്തിനെയും ഒപ്പം തന്നെ കേരളത്തെയും കുറിച്ച് ധനമന്ത്രി പറയുന്ന സമയത്ത് സന്തോഷ് കുമാർ എം പി അതിരൂക്ഷമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങനെയല്ല മന്ത്രി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിർമ്മല സീതാരാമന്റെ പ്രസ്താവന നമ്മൾ കേട്ടു അനൂപ്. അപ്പം നിർമ്മല പറയുന്നുണ്ട്, ധനമന്ത്രി പറയുന്ന ഒരു കാര്യം 2 ദിവസം മുൻപ് മുഖ്യമന്ത്രി കൊടുത്തൊരു അഭിമുഖം, അതിൽ നോക്കുകൂലി ഇപ്പോൾ ഇല്ല, അപ്പോൾ പണ്ടുണ്ടായിരുന്നുവല്ലേ എന്നുള്ളതാണ് നിർമ്മല സീതാരാമന്റെ ഒരു പോയിന്റ്. അതിന് സന്തോഷ് കുമാർ നൽകിയ മറുപടി എന്തായിരുന്നു അനൂപ്? സന്തോഷ് കുമാറിനോട് ചോദിച്ച ചോദ്യമല്ല അത്. സഭയിൽ ധനമന്ത്രിയോ അല്ലെ മന്ത്രിമാരോ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യത്തിന് മറുപടി പറയാനുള്ള ഒരു അവകാശം അംഗങ്ങൾക്കില്ല. ഈ അംഗം ഉന്നയിച്ച ചോദ്യത്തോട് മറുപടി പറയുകയായിരുന്നു മന്ത്രി. എന്നാൽ മന്ത്രി സംസാരിച്ചതിന് ശേഷം സന്തോഷ് കുമാറിന് സംസാരിക്കാൻ ഒരു അവസരം നൽകിയിരുന്നു. അത് ആ വിഷയത്തിലല്ല. സന്തോഷ് കുമാർ, അതായത് വികാസ് രഞ്ജൻ ഭട്ടാചാര്യയുടെ പാർട്ടി CPM ആണോ എന്നതിലൊരു സംശയം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ധനമന്ത്രി സംസാരിച്ചിരുന്നു. അത് ശരിയല്ല, അത് അംഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യമാണ് സന്തോഷ് കുമാർ ഉന്നയിച്ചത്. അതിനുള്ള സമയം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അത് പറഞ്ഞു തീരും മുൻപ് തന്നെ സന്തോഷ് കുമാറിനോട് ഇരിക്കാൻ സഭാധ്യക്ഷൻ ആവശ്യപ്പെടുന്നതും കാണാമായിരുന്നു. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് നിർമ്മല സീതാരാമന്റെ ആ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. So it is that kind of communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal, that kind of industry. Santosh Kumar, listen to me. No permission from the chair. Sir, with your permission, sir. With your permission, sir. I want to say, if he is trying to tell me that no such a practice exists, 2 days ago, Honorable Chief Minister, I think, gave an interview. Kerala Chief Minister, I think, gave an interview in which he says there is no nokkukuli nowadays, which means it was there before. Yes. Am I bluffing? Come on, Santosh ji. It's all right. You're doing all right. Don't deny what I'm saying. I'm also from that region. I may not be from any particular city in Kerala, sir.